കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആരാണ്? ഞാനോ? ടിക്ടോക്കില് ടിക്ടോക്കിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നെ. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എന്നെ. അതും കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എന്നെ. ഏറ്റവും ടിക്ടോക്കിൽ സൽസ്വഭാവിയുടെ പേര് ആദ്യത്തെ അക്ഷരം എന്ന് പറഞ്ഞ എസ്. കേണ്ടോ? കേൾന്നുണ്ടോ? ഉള്ളി എസ്. ഈ പാവപ്പെട്ടവന്റെ പെരുമാറ്റം എങ്ങനെ ഉണ്ടായിരുന്നു? ബോറിങ്ങാ. ഓക്കേ, എന്തായി നിങ്ങൾ ചോദിച്ചാൻ പറഞ്ഞിട്ട് ആണുണ്ടെങ്കിലൊക്കെ ഒരു കഥ. ഓ, അവര് ചോദിക്കാൻ വേണ്ടിട്ട് ചോദിച്ചതാണോ? ഞാനൊരു കാര്യം പറയാം, സുധിനെ പറ്റി 2-3 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ സുധിനെ കണ്ടെന്ന് കറുത്തിട്ട് കരിവാളിച്ചിട്ട് ഒരു നമ്മളെ ഈ പൊളിഞ്ഞ തേങ്ങ ഉണ്ടാവില്ലേ, പൊളിഞ്ഞ തേങ്ങയുടെ മൂത്ത് നോക്കി മാറിയിരുന്നു ഒന്ന്. പിന്നെ എനിക്ക് ഓർമ്മ വന്നത് സുധിനെ ഞാൻ പിന്നെ 2ാമത്തെ പ്രാവശ്യം കണ്ടേക്ക് നമ്മളെ പെരയിൽ മട്ടലുണ്ടാവില്ലേ, മരം, ഉണങ്ങിക്കടിച്ച മരം, അതിൻ്റെ പിന്നെ മരത്തിൻ്റെ ആ സാധനമൊക്കെ ഇങ്ങനെ ഊരിപ്പോരില്ലേ, എന്ത് ഉണങ്ങി എന്നിട്ട് 2ാമത് കണ്ടത് അങ്ങനെയായിരുന്നു. 3ാമത് പിന്നെ ഞാൻ കുറ്റം പറയാം, എന്താ പറയുക, ചോറ് തന്നിരുന്നു. അപ്പോൾ കുറച്ച് എന്നാലും 10 കായ്ക്കില്ലെങ്കിലും ഒരു 9% ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ സ്വഭാവം വളരെ മോശം, ഒരാളോട് പെരുമാറി എങ്ങനെയെന്ന് അറിയില്ല. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ എടാ എന്താ ഒരാണുങ്ങളെ മാതിരി ഒരു പെണ്ണായി കഴിഞ്ഞാൽ നമ്മൾ സ്മാർട്ട് ഉണ്ടാവുമല്ലോ, കരീമ എന്താണ്, അല്ലെങ്കിൽ ആരെങ്കിലും കാണുമ്പോൾ കരീംക്ക എവിടെയെന്ന് അതൊന്നുമില്ല. എവിടാ ഇതെന്താ ടിക്ടോക്കിൽ കന്നു കാണിച്ച് എവിടാ തനി കുണ്ടപാത്രം, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറിച്ചതാ. ഒരു നല്ലൊരു സ്വഭാവം ഞാൻ സൂര്യടുത്ത് ഞാൻ കണ്ടിട്ടില്ല. ഇതിൽ ഓളെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും തോന്നും പാവാണ്. ഞാൻ ഓളെ തലമെന്നൊരു പേടെടുക്കാൻ ചോദിച്ചു, എടുത്തിട്ടില്ല. എൻ്റെ മുടി ഒന്ന് കെട്ടിത്തരുമെന്ന് ചോദിച്ചു, ചെയ്തു തന്നിട്ടില്ല. ഒക്കെ പോട്ടെ, ഒരു ഉരുള വാരി തരുമോ ചോദിച്ചു, അതൊന്നും തന്നിട്ടില്ല. ഇനി എന്ത് സ്നേഹം എന്നോട് പറഞ്ഞത് ചിന്തിക്കുങ്ങള്. ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് പലവട്ടം പല രീതിയിൽ. ആരെടുത്ത്? സുമിനോടോ? ആ. ഓക്കെ, എന്ത് പറഞ്ഞിട്ട്? ഞങ്ങൾ തമ്മിൽ എന്തൊക്കെ പറയാണ്ടാവും, ഞങ്ങള് കല്യാണം കഴിച്ച ആൾക്കാരല്ലേ. നിങ്ങൾ സുമീയുടെ അടുത്ത് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിവിടെ പറയേണ്ട ആവശ്യം എന്താ? ഞാൻ ഒരു ക്ലൂക്ക് വേണ്ടിയാണ് പറഞ്ഞതാ. ഓക്കെ, സമാധാനിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, സമാധാനിപ്പിച്ചിട്ടുണ്ട്, എടുത്ത് കജ്ജി പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. സുമിനെയോ? സുമി അങ്ങനെയൊക്കെ സ്നേഹിച്ചിട്ട് ഞാൻ സുമിനെ പിന്നെ ജടാ പൊടാന്ന് വിളിക്കുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ചു. ഇനി ശരിക്കും കരീംക്കൊക്കെ അറിയാമെന്ന് ഞാൻ എങ്ങനെയാ ശരിക്കും? ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ സുധിനെ എൻ്റെ ഇതിലിട്ട് എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പെർഫെക്റ്റാണ്. ഓക്കെ, നമ്മളോടൊക്കെ നല്ല മാന്യമായിട്ടാണ് പെരുമാറിയിട്ടുള്ളൂ. ഞാൻ പറയാം, അതായത് നിങ്ങൾക്ക് അറിയാവുന്ന ഈ മുമ്പിലിരിക്കുന്ന ശ്രുതി തമ്പി എന്തെങ്കിലും ഉഡായിപ്പുകളാണോ ഉണ്ടോ കയ്യിലെന്റെ? ഞാൻ കണ്ടിട്ടില്ല. എന്തെങ്കിലും നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു റോങ് സംസാരം അല്ലെങ്കിൽ ഒരു റെസ്പെക്ട് തരായിക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്റെ ഭാഗത്തുനിന്ന്? ഇല്ലല്ല, വളരെ എനിക്ക് റെസ്പെക്ട് തന്നിട്ട് വളരെ കരീം ഖാന്നല്ലാതെ വിളിച്ചു. പക്ഷെ ഓളെ ജാരം ഞാൻ ഓളത്ര പ്രായമൊന്നുമില്ല, പക്ഷെ ഓള് കരീം ഖാന്ന് വിളിച്ചിട്ട് എന്നെ ഇതാക്കിയിട്ടുള്ളൂ. അത് നോക്കണ്ട. മോശപ്പെട്ട അവസ്ഥയിൽ എന്നെ ഒരു കണ്ടിട്ടുണ്ടോ? ഞാൻ അങ്ങനെ മോശപ്പെട്ടില്ല, എൻ്റെ അടുത്ത് ഞാൻ സ്ഥിരം കാണില്ലല്ലോ. മോശപ്പെട്ട അവസ്ഥയിൽ പോകുന്ന ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനൊന്നും എനിക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ,
അങ്ങനെ അത് ചോദിച്ചൊക്കെ പറയാൻ പറ്റില്ല. ഞാൻ ഇന്റേതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയാവുന്ന ആളെ പറയാൻ പറഞ്ഞതല്ല, അത് എല്ലാവർക്കും അറിയാവുന്ന ആളല്ല പറയാൻ പറഞ്ഞത്. എനിക്കറിയേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ സുദിന 1, 2 എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഒരു മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 9 മാസമായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം. ഈ സ്തുതി ഒന്നാമത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ നാട്ടില് എൻ്റെ വീട്ടിൽ വന്നൊരു വ്യക്തിയാണ്. ഓക്കെ, എൻ്റെ വീട്ടിൽ സ്തുതി വന്നിട്ടുണ്ട്. സ്തുതി കുറച്ച് ടീമൊക്കെ പാടെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഓൾറെഡി എൻ്റെ സുമിക്കും എൻ്റെ ഉമ്മാക്ക് എൻ്റെ ഉപ്പാക്ക് ഒക്കെ എൻ്റെ മക്കൾക്കൊക്കെ സുദിനെ അറിയാം. എൻ്റെ പെരയിൽ വന്ന് ഫുഡ് കഴിച്ച് എല്ലാവരും കൂടി പോയതാണ്. അന്നൊക്കെ സുദിനെ അറിയാം. പിന്നെ ഞാൻ സുദിനെ കാണുന്നത് ഇവിടെ വന്നിട്ട് ഒരു ദിവസം ലൈവിലാണ്. ഭക്ഷണം കൊടുത്തു തരാനുണ്ടെങ്കിൽ ഓർമ്മയില്ലേ, ലൈവ് ഇട്ട് കണ്ട് വന്നിട്ട് നമുക്കൊരു പണിഷ്മെൻ്റ് എന്തോ കൊടുത്തിട്ട് ഭക്ഷണം വാങ്ങി തരാറിട്ട് അന്ന് ഞാൻ പിന്നെ സുദിനെ കാണുന്നത്. പിന്നെ അവൾ ഭക്ഷണത്തിന് എന്നെ വിളിച്ചിട്ടില്ല. കാരണം അന്ന് ഞാൻ 350 റുപ്യ ഈടാക്കിയിട്ട് 3 ജ്യൂസും പാക്കറ്റിൽ അവൾക്കൊന്നും പറയാൻ പറ്റല്ലോ. 3 ജ്യൂസ് ഞാൻ പോക്കറ്റിലാക്കിയിട്ട് അവളിങ്ങനെ നോക്കുന്നുണ്ട്, എന്തിനാ ഇപ്പോൾ 3 ജ്യൂസ്. അപ്പം ഞാൻ പറഞ്ഞ റൂമിൽ വെച്ച് കുടിക്കാനായിരുന്നു. പിന്നെ ഫുഡിന് വിളിച്ചിട്ടില്ല. പിന്നെ ഒരു ദിവസം കൂടി നമ്മൾ ഒരു ഷോപ്പിൻ്റെ ഒരു പരിപാടിക്ക് വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് കണ്ടുകൊടുത്തോളം ആള് എന്നോട് വളരെ ഡീസൻ്റാണ്, പെരുമാറ്റം വളരെ ഓക്കെയാണ്. പിന്നെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, നമുക്കൊരു റെസ്പെക്റ്റ് ഈ ലൈവിൽ കാണുന്ന മാതിരിയല്ല. കരീംക്കാന്നൊക്കെ വിളിച്ചിട്ട് നല്ലൊരു റെസ്പെക്റ്റ് ഉള്ളൊരു ആളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. മറ്റുള്ളവരെ കണ്ണിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത്. അതിന് ഞാൻ ഓക്കെ, അതാണ് പറഞ്ഞത്. എല്ലാവരും പല ആൾക്കാരും പല മാതിരിയാവില്ല. ചില പിന്നെ കുലുക്കി കണ്ടില്ലേ, എന്നെ കുലുക്കി കണ്ടിട്ട് എന്താ പറഞ്ഞത്, കരീം നിങ്ങളെ ലൈവിലുള്ള ആൾ തന്നെ അല്ല. അത് ലൈവില് നമ്മൾ വേറെ, കാണുന്ന രീതി വേറെ, മനസ്സിലായില്ലേ? അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്നോട് 2-3 സംശയങ്ങളൊക്കെ എന്നോട് ചോദിക്കട്ടെ. ഞാനൊരു ഇന്റർവ്യൂ നടത്തിയോട്ടെ എന്നെ. ഓക്കെ, ഒന്നാമത്, നീ എന്തുകൊണ്ട് കല്യാണം കഴിക്കുന്നില്ല? തികച്ചും വ്യക്തിപരമായ ചോദ്യങ്ങളാണ്. ഞാൻ ഒരു മറ്റാളാണ്. ഏത് നിങ്ങൾ മറ്റേ ആളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ മറ്റേ ആളാണ്, മറ്റേ ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ട് വരുള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാരണങ്ങളാണ്. ഞാൻ എന്റെ ലൈവിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്റെ വ്യൂവേഴ്സിനോടൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അതങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ പറഞ്ഞു ഞാൻ മറ്റേ ആളെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഞാൻ മറ്റേ അറിയില്ല. നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മറ്റേ ആളാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ മറ്റേ ആളായതുകൊണ്ട് എനിക്ക് പറയാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞു. എല്ലടി നമ്മൾ ടി വിയിലൊക്കെ ചോദിക്കൂലേ, എന്താ പേര് ടി വിയിൽ നമ്മൾ ചോദിക്കൂലേ ഒരാളെടുത്തിട്ട്, എന്താ പിന്നെ ഇന്റർവ്യൂ ഞാൻ ഇന്റർവ്യൂ ചെയ്യട്ടെ, സത്യന്തായിട്ടുള്ള കാര്യങ്ങൾ പറയോ? അല്ല, ഞാൻ എന്റെ ഇന്റർവ്യൂ കാണുന്ന ആൾക്കാർക്ക് വ്യക്തമായി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചാനലിൽ ഓൾറെഡി ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. 2-3 എല്ലാ കൊല്ലവും ഒരു ഇന്റർവ്യൂ ചെന്ന് ഇറങ്ങുന്നതാണ്. വെറൈറ്റി മീഡിയ ആണെങ്കിലും പിന്നെ മറ്റേ മൂവി മീഡിയ ആണെങ്കിലും അങ്ങനെ. അപ്പൊ അതിൽ എന്നെ കുറിച്ച് കേൾക്കാൻ ആഗ്രഹമുള്ളവർ അതിൽ പോയിട്ട് ഇന്റർവ്യൂ കാണട്ടെ. എന്നാലല്ല ചാനലിന് റേറ്റിംഗ് ഉണ്ടാവാം. ഈ ചാനലിന് റേറ്റിംഗ് ഉണ്ടാവട്ടെ. ഈ ചാനലിൽ ഞാൻ റേറ്റിംഗ് ഉണ്ടാക്കി തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ചാനലിന് അത്യാവശ്യം റേറ്റിംഗ് ഇപ്പൊ ഉണ്ട്. ഒന്നാമത്തെ ചോദ്യം, സുധി എത്ര കാലമായി ഗൾഫില്? 6 years കഴിഞ്ഞു. ഈ സെപ്റ്റംബർ വരുമ്പോ 7 years. 7 മാസമായിട്ടുള്ളൂ ആകെ ദുബായില്. സുധി 7 മാസമായിട്ടുള്ളൂ ദുബായില്. ഓക്കെ, ഞാൻ വന്നിട്ട് തന്നെ 5 മാസമായല്ലോ. കണക്ക് ശരിയല്ലല്ലോ, കറക്റ്റ് പറയും കളിക്കാതെ. 7 years. 7 years 7 മാസം. അതിലെന്നെ ഉടായിപ്പുണ്ട് മിസ്റ്റർ. ഞാൻ എൻ്റെ ലൈവ് കാണണമെങ്കിൽ ചുരുങ്ങിയത് 2 കൊല്ലം 3 കൊല്ലമായിട്ടുണ്ടാവും. അപ്പൊ ഗൾഫിലാ, പിന്നെ എങ്ങനെ 7 മാസമാണ്? എന്തീ മോഹൻദിനോടൊക്കെ പറയാ, അറിഞ്ഞൂടാ. 7 കൊല്ലോ? ഓക്കെ, സോറി മിസ്റ്റർ. 7 കൊല്ലായി ദുബായില്. ഓക്കെ, നീ എന്ത് സമ്പാദിച്ചു? ഞാൻ ഒരു കാലത്ത് വിചാരിച്ചു ഞാൻ ഒരുപാട് നല്ല സൗഹൃദങ്ങൾ സമ്പാദിച്ചു എന്ന്. പക്ഷെ ഒരു ടൈം എത്തിയപ്പോൾ മനസ്സിലായി
അതെല്ലാം നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫെയിം ആഗ്രഹിച്ച് വന്നു കൂടിയ കുറെ, ആ ഫെയിം കണ്ടിട്ട് വന്ന് കൂടിയ കുറെ ഫ്രണ്ട്ഷിപ്പുകളായിരുന്നു. അതൊന്നും ജെന്യൂൻ അല്ല. പിന്നെ നമ്മൾ തുടക്കത്തിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഒരുപാട് പേര് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം നാൾ ഇവിടെ നമ്മൾ ജീവിക്കുന്ന അത്രത്തോളം നമ്മൾ നമ്മുടെ കൂടെ കട്ടയ്ക്ക് ഉണ്ടാവും എന്നുള്ളതൊക്കെ വെറും തോന്നലാണെന്നുള്ളത് മനസ്സിലായി. പിന്നെ എന്ത് സംപാദിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ ആളുകളുടെ മനസ്സിൽ നല്ലൊരു ഇടം സമ്പാദിച്ചു, കുറച്ച് ആളുകളുടെ മനസ്സിൽ കുറെ വെറുപ്പ് സമ്പാദിച്ചു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇപ്പൊ ഒരാൾ എന്നെ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ഞാൻ അവരോട് തിരിച്ച് എന്തുകൊണ്ടാണ് എന്നെ ഇഷ്ടമല്ലാത്ത എന്ന് ചോദിച്ചാൽ അവർ പറയും അതറിയില്ല, ശ്രുതി തമ്മിൽ ഇഷ്ടമല്ല. കാരണം എന്ന് ചോദിച്ചാൽ അവർ പറയും ശ്രുതി തമ്മിൽ ഇഷ്ടമല്ല അത്ര തന്നെ, അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, പിന്നെ സമ്പാദിച്ചത് എന്താ? ഞാനിതാ എൻ്റെ ഡ്രീം ഹൗസ് പണിതുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമായിരിക്കും. പിന്നെ എന്താ, കുറേ അനുഭവങ്ങള്, പിന്നെ എന്ത് സിറ്റുവേഷനിലും എന്ത് സിറ്റുവേഷനിലും പിടിച്ചു നിൽക്കാനുള്ളൊരു കെൽപ്പ് സമ്പാദിച്ചു. അതൊക്കെ തന്നെ വലിയ സമ്പാദ്യങ്ങളാണ് എൻ്റെ. അതെല്ലാം എനിക്ക് പ്രവാസ ലോകം തന്നതാണ്. ഓക്കെ, നിന്നെ ഏതെങ്കിലും സുഹൃത്തുക്കൾ ചതിച്ചിട്ടുണ്ടോ? നിങ്ങള് എത്ര വർഷം ഇപ്പൊ കരീമക്ക് 42 വയസ്സായി. ഈ 42 വയസ്സിനുള്ളിൽ കരീമിനെ എത്രയോ സുഹൃത്തുക്കള് ഡയറക്ട്ലി ചതിച്ചിട്ടുണ്ടാവും, ഇൻഡയറക്ട്ലി ചതിച്ചിട്ടുണ്ടാവും. അതെല്ലാ മനുഷ്യരുടെയും നമ്മളൊരു 10-20 വയസ്സ് 23-25 വയസ്സിന് ശേഷം നമുക്ക് അതുപോലെ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ നിന്നൊക്കെ നമുക്ക് കുറെ കുത്തലും താങ്ങലൊക്കെ അനുഭവിക്കാത്ത മനുഷ്യന്മാരില്ല. ഞാൻ ചോദിക്കുന്നതിന്റെ ക്വസ്റ്റ്യൻ മാത്രം എനിക്ക് തന്നാൽ മതി. ചതിച്ചിട്ടുണ്ടോ, ഉണ്ടോ ഇല്ലേ, സ്വാർണോ? യെസ്. ഓക്കെ, ഇതിന് നമ്മൾ നിന്ന് കൊടുത്തിട്ടല്ലേ? ഉറപ്പായിട്ടും. കാരണം ഞാൻ അങ്ങോട്ട് വിശ്വാസം കൊടുത്ത് വേദന തിരിച്ചു വാങ്ങിയ ആൾക്കാരാണ്. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് സ്നേഹം കൊടുത്തിട്ട് വേദന കിട്ടിയതാണ്. അല്ലെങ്കിൽ ഞാൻ ആരെ അടുപ്പിക്കില്ല എന്ന് ഇരുന്നിരുന്നെങ്കിൽ അവർക്ക് എന്നെ വേദനിപ്പിക്കാൻ കഴിയില്ലായിരുന്നു. ഞാൻ അവർക്ക് വിശ്വാസവും സ്നേഹം കൊടുത്ത് അവരെ ഞാൻ ചേർത്ത് നിർത്തിയത് കൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് തന്നെ വേദനിപ്പിക്കാൻ കഴിഞ്ഞത്. ഇപ്പോ ഈ ട്രോളന്മാർ ട്രോളുന്നു, എന്നെ സംബന്ധിച്ച് കല്ല് വലിയാണ്. ഇതുവരെ അങ്ങനെ ഒരു ട്രോളന്മാർ ട്രോളുന്നു പറഞ്ഞിട്ട് ഞാൻ റൂമിൽ കുത്തിരുന്ന് കരഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് എന്നെ കരയിപ്പിക്കാൻ പെട്ടെന്ന് പറ്റിയിട്ടുണ്ട്. അത് നമ്മൾ കൊടുക്കുന്ന സ്നേഹം വിശ്വാസം അവർ മുതലെടുത്തത് കൊണ്ടായിരിക്കും. ഓക്കെ, ആ ക്വസ്റ്റ്യൻ തീർന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നിനക്ക് ഇപ്പോൾ ഉള്ള സുഹൃത്തുക്കൾ ഇപ്പോഴും നിനക്ക് വിശ്വാസമാണോ? ഇപ്പൊ എനിക്ക് സുഹൃത്തുക്കളില്ല. ഇപ്പൊ നീ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കി, സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇപ്പൊ എല്ലാരും ഇനിയിപ്പോ ഒരാള് റിയൽ ആയിട്ട് നിന്റെ സുഹൃത്തായി വന്നാൽ നീ അവരും വിശ്വസിക്കാത്തൊരു സിറ്റുവേഷൻ. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയ കാര്യമില്ല, അത് എന്റെ അനുഭവം കൊണ്ട് മാത്രമായിരിക്കും കേട്ടോ. ഞാൻ ഒരു കാലത്ത് വിശ്വസിച്ചു, ഫ്രണ്ട്ഷിപ്പ് കഴിഞ്ഞേ ഉള്ളൂ, ഫാമിലി എന്ന് വരെ വിശ്വസിച്ച ഒരു ടൈം, അതായത് അത്രയും ഇമ്പോർട്ടന്റ് ആയിരുന്നു എനിക്ക് ഫ്രണ്ട്ഷിപ്പ്. പക്ഷെ ഒരു ഘട്ടത്തിൽ ഞാൻ ആലോചിച്ചു, ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി കണ്ടെത്തിയിട്ട് മനസ്സിലാക്കി നിൽക്കണം. കാരണം അത് ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവുന്ന, അതായത് നമ്മളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫ്രണ്ട്സ്, എനിക്കൊന്നും ആ ഫ്രണ്ട്ഷിപ്പിലൊക്കെ കുറച്ചുകൂടി ആത്മാർത്ഥത ഉണ്ട്. കാരണം നമ്മൾ കുട്ടിക്കാലം കുഞ്ഞിലേ മുതലേ നമ്മുടെ കൂടെ നമ്മൾ എന്താണെന്ന് അറിഞ്ഞ് വന്ന ഫ്രണ്ട്ഷിപ്പുകളൊക്കെ ഇപ്പോഴും അവരുടെ ഇടയിൽ നിന്നൊക്കെ നമുക്ക് ഒരു പ്രശ്നമില്ല, അവരുടെ ഇടയിൽ നിന്ന് ഒരു പാരവയ്പ്പില്ല, പ്രശ്നമില്ല, ഒന്നുമില്ല. ഇന്ന് നമ്മളെ എപ്പോൾ കണ്ടാലും ചേർന്ന് നിർത്തും. പക്ഷെ നമ്മള് ഈ പ്രവാസത്തിൽ നമ്മൾ വന്നിരിക്കുന്ന ഫ്രണ്ട്ഷിപ്പുകളൊക്കെ അപ്പോഴത്തെ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ അവരെന്തൊക്കെയോ കണ്ടിട്ട് വന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ തള്ളി പറയുക, അങ്ങനത്തെ കുറെ ഫ്രണ്ട്ഷിപ്പുകൾ ഞാൻ കണ്ടിരിക്കുന്നത്. എന്റെ അനുഭവം മാത്രമാണ്. എല്ലാവർക്കും ചിലപ്പോൾ നല്ല ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടാവും. പക്ഷെ കറന്റ് ഇപ്പൊ എനിക്ക് ഒരു ഫ്രണ്ട് പോലും ഒരാളെ ഞാൻ ഇപ്പൊ ഫ്രണ്ടാക്കി വെച്ചിട്ടില്ല. എനിക്ക് അപ്പോഴത്തെ ഹായ് ബൈ അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, നിനക്കിപ്പോ എത്ര ഏജ് ആയി? എന്റെ പേഴ്സണൽ ആണത്. പുരുഷന്മാരുടെ സാലറിയും സ്ത്രീകളുടെ വയസ്സും പറയാൻ പാടില്ല. ഓക്കെ, നീ ഇനിയിപ്പോ ഒരു കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്റെ വ്യക്തിപരമായ കാര്യമാണത്. അത് ഞാൻ എന്റെ ഫാമിലി ആയിട്ട് ചേർന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. അതെനിക്ക് പബ്ലിക്കലായിട്ട് വന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ നീ ആരെങ്കിലും പ്രേമിച്ചിരുന്നോ? പ്രേമം ഉണ്ടായിട്ടുണ്ട്. പ്രേമം ഉണ്ടായിട്ട് ആ പ്രേമം ചീറ്റി പോയതാണോ? ഓഫ് കോഴ്സ് ചീറ്റി പോയിട്ടുണ്ട്. വൺ സൈഡ് ആണോ അല്ല 2 സൈഡ് ആയിരുന്നോ? ഓഫ് കോഴ്സ് 2 സൈഡ് ആയിരുന്നെങ്കിൽ പിന്നെ ചീറ്റിംഗ് വരില്ലല്ലോ. നീ ഇപ്പൊ ഇത്ര വർഷത്തിന്റെ എത്ര പ്രേമം ഉണ്ടായിരുന്നു നിനക്ക്? അത് തികച്ചും വ്യക്തിപരമാണ്. സാങ്കല്പികമാണ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പോ
ഇനിയിപ്പോ നീ കഴിക്കാൻ പോണ ഒരാള് എൻ്റെ ഒരു ഏജ് ഒരു 50, 40, 45 ഏതാണ് നീ ഉദ്ദേശിക്കുന്നത് ഹസ്ബൻഡ്? തികച്ചും വ്യക്തിപരമാണ്. ഓക്കെ, അതും തികച്ചും വ്യക്തിപരമാണ്. നിനക്ക് നിന്റെ കാഴ്ചപ്പാടിൽ ആള് എങ്ങനെയായിരിക്കണം? തികച്ചും വ്യക്തിപരമാണ്. തികച്ചും വ്യക്തിപരമാണ്. ഓക്കെ. അയാള് കുറച്ച് തല നരച്ച് മുടി കൊഴിഞ്ഞ ഒരാളാണെങ്കിൽ പ്രശ്നമുണ്ടോ? എന്തായാലും ഇപ്പൊ ഞാൻ കെട്ടുകയാണെങ്കിൽ തന്നെ തല നരച്ച ഒരാളെ നോക്കൂല. തല നിരക്കാത്ത ആള്, അതായത് സ്മാർട്ട് ബോയ്, സ്മോൾ ബേബി. നോട്ട് സ്മോൾ ബേബി, സ്മാർട്ട് ബേബിയാ, അതന്നെ. സ്മാർട്ട് ആൻഡ് ഹാൻസം. ആ, ഹാൻസം. നിനക്ക് താടിനോട് ഇഷ്ടമുണ്ടോ? ഒരാണിനെ സ്നേഹിക്കുമ്പോൾ താടി മീശയൊക്കെ ആണിന് ഉണ്ടാവുന്ന കാര്യമല്ല. അപ്പൊ ഓഫ് കോഴ്സ് എനിക്കില്ലാത്തത് കൊണ്ട് ഒരാണിനുള്ളത് കൊണ്ട് എനിക്കത് ഇഷ്ടമാണ്. അപ്പൊ താടിയുള്ള ആളും മീസുള്ള ആളുമാണ് നിനക്ക് ഇഷ്ടം? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ആരെ വേണം എന്നുള്ളത് എന്റെ വ്യക്തിപരമായ കാര്യമാണ്. അതെനിക്കിങ്ങനെ ലൈവില് പബ്ലിക്കായിട്ട് വന്നിട്ട് ഇതിൽ പലതരത്തിലുള്ള ആളുകൾ ഈ ലൈവ് കാണുന്നുണ്ടാവും. അവരുടെയൊക്കെ മുമ്പിൽ വന്നിട്ട് എന്റെ വ്യക്തിപരമായ കാരണങ്ങൾ ഇവിടെ നിരത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, അതും എന്താണ് വ്യത്യാസമാണ് അല്ലെ? ഓ അല്ലെ, അതും വ്യത്യാസമാണ്. നേരത്തെ എന്തോ പറഞ്ഞല്ലോ വ്യത്യാസം. ഓക്കെ, അതും വ്യക്തിപരമാണ്, വ്യത്യാസമല്ല, വ്യക്തിപരമാണ്. ഓക്കെ. പിന്നെ നീ ഇത് ഒറിജിനൽ കളറാണോ അല്ല ഫിൽറ്റർ ആണോ? എടാ ആ KL10 മ്യൂട്ട് ചെയ്തടാ. KL10 മ്യൂട്ട് ചെയ്. ഇത് ഒറിജിനൽ ബ്യൂട്ടി ആണോ അല്ല ഫിൽറ്റർ ആണോ? ഇത് ഫിൽറ്റർ ഉണ്ട്. ഒറിജിനൽ സൗന്ദര്യം നിങ്ങൾ തന്നെ കണ്ടിട്ടുള്ളതല്ലേ? എനിക്കത്ര രസമായിട്ടും തോന്നില്ല. കുറിച്ച് വെച്ച പോലെ ഒരാളെ ബോഡി ഷെയിം ചെയ്യുന്നതിൽ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് ബോഡി ഷെയിമിങ്. നിങ്ങൾ നേരത്തെ പറഞ്ഞു തേങ്ങ പൊളിച്ച് വെച്ചതുപോലെ ഉണങ്ങിയ മരം പോലെ എന്നൊക്കെ എന്നെ പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ. ഞാനത് നിങ്ങളുടെ വിവരമില്ലായ്മ ഒരാളുടെ ഒരു അലങ്കാരം അല്ല എന്ന് പറയില്ലേ. സോ നിങ്ങളുടെ വിവരമില്ലായ്മയാണ്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തുള്ള കാര്യമാണ്. സോ കാണുന്നവന്റെ കണ്ണിലാണ് സൗന്ദര്യം. എന്നെ മറ്റുള്ളവർ കാണുമ്പോൾ അവർക്ക് എന്താണോ തോന്നുന്നത് അതായിരിക്കും എന്റെ ഭംഗി. ഓക്കെ, അപ്പൊ ഞാൻ അത് തമാശ ഞാൻ പറഞ്ഞ കേട്ടോ. അത് നിങ്ങൾ അതിൽ കയറി, ഞാൻ തമാശാക്കി പറഞ്ഞൊരു കാര്യമാണ്. പിന്നെ തേങ്ങ പൊളിച്ചമാരി എന്നൊക്കെ, അതൊക്കെ തമാശയാണ്. കുഴപ്പമില്ല, 3 ആളുടെയൊക്കെ കൊണ്ടിടക്കാം. അത്യാവശ്യം കുഴപ്പമില്ല, കാണാൻ രസമുണ്ട്. 10 ആളുടെയൊക്കില്ല, 2 or 3 ആളുടെയൊക്കെ. എന്നാൽ അത്ര വലിയ സുന്ദരിയല്ല ഞാൻ കണ്ടു. ഇനിയിപ്പോൾ അപ്പം പൊട്ടിട്ട് വന്നിക്കണമെന്ന് എനിക്കറിയില്ല. ഇനിയുള്ള ഇത്, നിങ്ങൾക്ക് യാത്ര ചെയ്യാനാണോ ഇഷ്ടം അല്ല ഡ്രൈവിംഗ് ചെയ്യാനാണോ ഇഷ്ടം? വണ്ടിയിൽ യാത്ര ചെയ്യാനാണോ ഇഷ്ടം, വണ്ടി ഓടിച്ച് ഡ്രൈവിംഗ് ചെയ്യാനാണോ ഇഷ്ടം? വണ്ടി ഓടിച്ച് പോവാനാണ് ഇഷ്ടം. ഗുഡ് മോർണിംഗ് സുൽത്താൻ. നിങ്ങൾ വണ്ടി കറക്റ്റ് ഓടിച്ച്, നിങ്ങൾ അന്ന് എന്നോട് പറഞ്ഞു ഞാൻ പിന്നെ എന്താ സ്ഥലത്തിന്റെ പേര്, ഊട്ടിയോ എവിടെയാണ് സ്ഥലം പറ, ഒറ്റ കൈയേറ്റ് മാത്രം ചുരം ഓടിച്ചു പോയിന്ന്. വയനാട് 14 ഹെയർ പിൻ ഞാൻ ഒരു കൈ കൊണ്ട് ഓടിച്ച് ഒരു കൈയിൽ വീഡിയോ എടുത്തിട്ട് പോയിട്ടുണ്ടെന്ന്. അത് സത്യം തന്നെയാണല്ലോ? തള്ളി മറിച്ചത്, മലൊന്നാകെ നിരക്കിച്ചതങ്ങള്. ഞാന് ഒരു കൈയില് ഏത് കൈയായിരുന്നു, നാട്ടിലേതാ, ഈ വലത് കൈ കൊണ്ട് സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിച്ചിട്ട് അതിങ്ങനെ ഷൂട്ട് ചെയ്ത് വയനാട് 14 ഹെയർ പിൻ കയറി പോയിട്ടുണ്ട്. ഈ ഹെയർ പിന്നിൽ 14 കയറി പോകുമ്പോ വളവും തിരിവൊക്കെ കറക്റ്റ് ആയിട്ട് ഓടിച്ചത്. വളവൊക്കെ കൈകൊണ്ട് ഇങ്ങനെ ഇട്ട് കറക്കല്ലേ, ഒരു കരലിന്റെ തുമ്പത്തല്ലേ ഇരിക്കുന്നേ, കൈന്റെ ഉള്ളിലിട്ട് കറക്കല്ലേ. അപ്പൊ കുരങ്ങന്മാരെ നിങ്ങളെ ശല്യപ്പെടുത്തിയിരുന്നോ? കരിയമ്മക്ക് ഇവിടെ ഇരുന്നില്ല, അതിന് കുവൈറ്റിലായിരുന്നില്ല ആ സമയത്ത്. ആ കുരങ്ങന്മാരല്ല, റോഡ് സൈഡിലെ മൊച്ചകള്, റോഡ് സൈഡിൽ മൊച്ചകളുണ്ടാവില്ല നിങ്ങൾ ചുരം കയറുമ്പോ. അവിടെ കുറെ കുരങ്ങന്മാരിരുന്നു. അവരൊന്നും നിങ്ങളെ ശല്യപ്പെടുത്തിട്ടുണ്ടായിരുന്നില്ല? ഗിയർ മാറ്റണ്ടേ, ഓട്ടോമാറ്റിക് ആണ്. ഓ കുരങ്ങന്മാരുടെ ശല്യമൊന്നുമില്ല. ഇല്ല. പിന്നെ വയനാട് 9 വളവുള്ളല്ലോ, എങ്ങനെ? ഓ നിങ്ങളത് വിശ്വാസം വരാത്തത് എന്താന്ന് വെച്ചാൽ ഗിയർ മാറ്റണ്ടേ, ഗിയർ വണ്ടിയാണെന്ന് വിചാരിച്ചിട്ടാണോ? അതാണ് നിങ്ങൾക്ക് വിശ്വാസം വരാത്തത്. ഓട്ടോമാറ്റിക് കാറാട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഒറ്റ കയ്യിൽ ഇങ്ങനെ ഓടിച്ചോണ്ട് പോയത്. ഓട്ടോമാറ്റിക് ആണേ. ഇവിടുന്ന് തന്നെ പൊന്നാര മക്കളെ, ഞാൻ ഇവിടെ കാറ് കയറിയിട്ട് ഇവിടുന്ന് തന്നെ ഇവിടെ കറ്റുകാലും മറിച്ചിട്ട് ഓടിച്ചിട്ട്